വെട്ടിത്തീരാറായോ യൂസുഫ് കാ? ഇനി 2 ദിവസം കൂടി, പിന്നെ ഈ മാസം വെട്ടാനുള്ള സമയം അടുത്ത മാസം തീരല്ലോ. സത്യം പറഞ്ഞ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി യൂസുഫക്ക് ഇല്ലാന്നാ കരുതിയത്. അതെന്താണോ, ഞാനും ഗൾഫിലല്ലേ താമസിക്കണേ. അല്ല, ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് യൂസുഫെ പറ്റി ഞാൻ കരുതിയിരുന്നത്. ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഗൾഫുകാരാണെങ്കിലും എല്ലാവരും ലോകത്ത് ഈ പരിപാടി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തിനാ യൂസുഫ് കാ? എടോ, മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം തീർന്നെന്ന് ബോധം ഉണ്ടാവുമല്ലോ, അത് തന്നെ. അതൊക്കെ പോട്ടെ, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എന്നല്ല വാങ്ങണം. ഇനി 2 ദിവസമേ ഉള്ളൂ, ഉടനെ എത്തിക്കണം. ഇതാ ഒക്കെ കൊണ്ടുവന്നിട്ട് പഹൻ അല്ലേ? എന്റെ വീട്ടിലേക്കല്ല, യൂസുഫ് ഖാന്റെ കുട്ടികൾക്കുള്ള. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ വേണ്ട, പോകുമ്പോ ഇനിയിപ്പോ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കണ്. ഇനിയിപ്പോ ഞാൻ പണ്ടെങ്ങോ ചെയ്ത സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പണ്ടെന്നോ ചെയ്ത സേവനോ? നിങ്ങളുടെ സഹായം കിട്ടാത്ത എത്ര പേർ ഗൾഫിലുണ്ട്, അല്ല നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ കയ്യിൽ കാശില്ല. പാവം സഫിയാത്തയും മക്കളും ആ വീടൊന്ന് നന്നാക്കാൻ പോലും ഇങ്ങനെയുടെ കയ്യിൽ കാശില്ല. പലരും നല്ല ജോലി കിട്ടി സമ്പാദിച്ചു കൂട്ടിയപ്പോ സഹായിച്ച ഈ പാവത്തിനെ മറന്നു. പക്ഷേ അതിനൊക്കെ യൂസുഫ് കാക്ക് മറുപടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. നമുക്ക് തരേണ്ടത് പടച്ചവനാണ്, അതവൻ തരും. അല്ല, അതാണ് അതിൻ്റെ ശരിയും. അത് ശരി. അപ്പൊ നീയും ഇതൊക്കെ അംഗീകരിച്ചില്ലേ? ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇത് കുറച്ച് ഓവറാ. അത് പോട്ടെ, സുബേറെ കത്തെഴുതി കേട്ടോ. കത്തെഴുതാൻ വിഷയങ്ങളൊന്നുമില്ല യൂസുഫ. എൻ്റെ സ്ഥിതിയിൽ യൂസുഫ നേരിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അളവ് ഉപ്പയോട് സ്വകാര്യത്തിലൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തു പറ്റി സുബേറെ? ഒന്നും, ജോലി കിട്ടിയിട്ട് 4 മാസമേ ആയുള്ളൂ. വീട്ടിൽ നിന്ന് ആവശ്യങ്ങളുടെ പട്ടിക വരാൻ തുടങ്ങി. ഇന്നലെ പെങ്ങളുടെ ഒരു കത്ത് കിട്ടി. അളിയനൊരു വിസ ശരിയാക്കണമെന്ന ശുപാർശ കത്ത്. ഞങ്ങൾക്ക് സ്വന്തം വീടില്ലെന്നേ ഉള്ളൂ. പത്രാസിനൊരു കുറവും വീട്ടുകാർ വരുത്തുന്നില്ല. കബീർ നാട്ടിൽ പോയപ്പോൾ എല്ലാം വന്ന് പറഞ്ഞു. കഴിയുമെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഉപ്പയോടൊന്ന് പറയണം. ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. യൂസുഫ് കയുടെ ഈമാനൊന്നും എനിക്കില്ല. സാരല്ലടോ, നമുക്കൊക്കെ ശരിയാക്കാം. നാട്ടുകാരുടെ മനസ്സിൽ ഗൾഫുകാരെ കുറിച്ചൊരു സങ്കല്പമുണ്ട്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പം നിനക്ക് തന്നെ ഗൾഫുകാരെ കുറിച്ച് നാട്ടിൽ നിന്നുണ്ടായ ധാരണ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ. അല്ല, ഏതായാലും നീ വിഷമിക്കണ്ട. നാട്ടിലെത്തിയിട്ട് നിന്റെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇത് വെക്ക് യൂസുഫ. വീട്ടിൽ കൊടുക്കാനായിരിക്കും അല്ലേ? അല്ല, ഇത് ഞാൻ യൂസുഫക്ക് തരാനുള്ളതാ. എനിക്ക് വേണ്ടി എത്ര കാശാ യൂസുഫ ചെലവാക്കിയത്. അതൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടി നീ നല്ലൊരു കാശ ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. തൽക്കാലം കീശയെ തന്നെ ഇരിക്കട്ടെ. പുതിയ ജോലിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഏതായാലും പിടിച്ചു നിൽക്ക്. 2-3 വർഷങ്ങൾ കൊണ്ടൊക്കെ ശരിയാവും. ഇപ്പം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിലെല്ലാം ശരിയാവും. ഇതൊക്കെ തന്നെയാണ് ഗൾഫ്. പിന്നെ അവിടെ താമസ സൗകര്യം ഉണ്ടല്ലോ. ഹലോ, ഇത് നിനക്കാണ്. ഹലോ. സന്തോഷം. എടാ, ഏപ്രിൽ ഫുള്ളാക്കുന്ന പരിപാടി നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഗൾഫിലുണ്ടല്ലേ? എടാ, നിനക്കൊക്കെ യൂസുഫ് കയുടെ പേര് മാത്രമേ കിട്ടിയുള്ളൂ ഏപ്രിൽ ഫുള്ളാക്കാൻ. പുല്ലേ, നിർത്തടാ. എന്താ പ്രശ്നം? ആരാ വിളിച്ചത്? ഇവർക്കൊക്കെ ഏപ്രിൽ ഫുള്ളാക്കാൻ യൂസുഫ് കയുടെ പേരാ കിട്ടിയത്. എന്താ പ്രശ്നം? നമ്മുടെ യൂസുഫ് കെ കാർ ആക്സിഡന്റ് മരിച്ചു എന്ന്. എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത്? സുബൈർ, നീ കേട്ടതൊരു പക്ഷേ സത്യമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? വെറുതെ ആരെങ്കിലും ഏപ്രിൽ ഫുള്ളാക്കി കളിക്കായിരിക്കും. അല്ല സുബൈർ, നാട്ടിലത്തെ പോലെ ഗൾഫിലുള്ള ആളുകൾ മരണവാർത്ത വെച്ച് ഏപ്രിൽ ഫുള്ളാക്കി കളിക്കില്ല.
ഹലോ, അതെ. ആരാ വിളിച്ചത്? കുട്ടികളൊക്കെ എപ്പോഴാ വരിക? 5 മണിയാകും. നജിമ ഹോസ്റ്റലിലാണ്. ഉം. മാസത്തിലൊരിക്കലേ വരൂ. അത് നന്നായി. മതവിദ്യാഭ്യാസം കൂടി കിട്ടുമല്ലോ. ഞാൻ പോകുമ്പോൾ അവിടെ SSLCക്കാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഉം. നിന്റെ ജോലിയൊക്കെ എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ 2 വർഷം അലച്ചിലായിരുന്നു. 1-2 മാസം ചെറിയൊരു ജോലി കിട്ടും, പിന്നെ കുറേ വെറുതെ ഇരിക്കും. ഇപ്പം ഏതായാലും ഒരു കമ്പനിയിലുള്ളത്. വലിയ കുഴപ്പമില്ല, കൃത്യമായി ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. ആട്ടെ, നിന്റെ കടങ്ങളൊക്കെ വീട്ടിയോ? പഴയ കടങ്ങളൊക്കെ വീട്ടി പുതിയ കടങ്ങളുണ്ടായി. ഒരു സാധാരണ ഗൾഫുകാരൻ്റെ സ്ഥിതി സഫിയാത്തൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അതൊക്കെ പോട്ടെ, എന്താ ഇപ്പം നിങ്ങളവസ്ഥ? വളരെ സുഖം, ഒന്നിനൊരു കുറവുമില്ല. നിങ്ങൾക്ക് എവിടുന്ന സഫിയാത്ത ഇത്ര ധൈര്യം കിട്ടിയത്? യൂസുഫ് കയുടെ മരണത്തിന് ശേഷം നാട്ടിൽ നിന്ന് മറ്റൊരു ദുരന്തം പേടിച്ചിരുന്ന ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ. എന്ത് നേരിടാൻ യൂസഫൊക്കെ തന്നെ എന്നെ പഠിപ്പിച്ചത്. ഏറ്റവും വലിയ ദുരന്തം മരണമല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിനക്ക് മുമ്പിൽ മരണം വരില്ലേ? പ്രായമായ പെൺകുട്ടിയുണ്ട്, അതിനെ ഒന്ന് കെട്ടിച്ചോട്ടെ എന്ന് മരണത്തോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ മരണം കേൾക്കുമായിരുന്നെങ്കിൽ എന്നെയും മക്കളെയും ഒന്ന് കാണാൻ പോലും നിൽക്കാതെ യൂസഫൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഒരു പ്രയാസം എൻ്റെ മനസ്സിനെ അലട്ടുന്നുള്ളൂ, നജിമയുടെ കാര്യം. യൂസുഫ് കയുടെ എനിക്കുള്ള കടപ്പാട് പണം കൊണ്ട് തീർത്താൽ തീരുന്നതല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാലോ. ഈ കാര്യം നേരിട്ട് ചോദിക്കുന്നതിലെ അനൗചിത്യമൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, സഫിയാത്തക്ക് വിരോധമല്ലെങ്കിൽ നജിമയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ സഫിയാത്തൊന്നും പറയാത്തത്? ഈ കാര്യം സുബൈർ നേരിട്ട് എന്നോട് അന്വേഷിച്ച നന്നായി. പറയുന്നത് കൊണ്ട് എന്നോട് ഇഷ്ടക്കേട് തോന്നരുത്. എന്തു വന്നാലും ഒരു ഗൾഫുകാരനെ കൊണ്ട് മകളെ കെട്ടിക്കരുതെന്നാണ് എൻ്റെ തീരുമാനം. അക്കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ കല്യാണം നടക്കാതെ പോയാലും ശരി, ഇതെൻ്റെ ഒരു തീരുമാനമാണ്. അതിന് മാറ്റമില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. നാട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ മതി എൻ്റെ മോക്ക്. നാട്ടിലുള്ളവർ മരിക്കില്ലേ സഫിയാത്ത? മരിക്കും, പക്ഷേ മരിച്ചെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താലോ. യൂസഫൊക്കെ മരിച്ചെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു, പത്രങ്ങളും TV-യും പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് മാത്രം അത് അംഗീകരിച്ചില്ല. ഒരു ദിവസം യൂസഫൊക്കെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വെട്ടിത്തരാണെന്ന് എനിക്കറിയാം. പക്ഷെ അവസാനം ആ മയ്യത്തൊന്ന് കണ്ടിരുന്നെങ്കിൽ മനസ്സിനെ വിശ്വസിപ്പിക്കാമായിരുന്നു. ഇത് കുട്ടികൾക്കുള്ളതാ, ഞാൻ പോവാ. ആ സുബൈർക്ക, എന്നാ വന്ന്? ഇന്നലെ. തടിയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ. നല്ലോണം പഠിക്കുന്നില്ലേ രണ്ടാളും? ഓ, നജിമ താത്തയെ പോലെ നീയും SSLCക്ക് നല്ല മാർക്ക് വാങ്ങണം. താത്തേക്കാളും 1 മാർക്കെങ്കിലും ഞാൻ കൂടുതൽ വാങ്ങും. വെരി ഗുഡ്. ലീവ് എത്ര മാസം ഉണ്ട്? 4 മാസം. ബാബു, നമുക്ക് ഊട്ടിയും മൈസൂരും ഒക്കെ ഒന്ന് പോണ്ടേ? സുബൈർ, ഓ,
നിനക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാതിരുന്നൂടെ? നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്ത്. ഈ ചോദ്യം നിങ്ങൾ പല പ്രാവശ്യം യൂസുഫിക്കോട് ചോദിച്ചതല്ലേ? അന്ന് യൂസുഫ് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആഗ്രഹമുണ്ട്, പക്ഷെ മടങ്ങിപ്പോയിരിക്കാൻ കഴിയില്ല. സുബൈർക്ക സ്ഥലത്തി ആ. ഇറങ്ങണില്ലേ? എത്തിയോ? പ്രേമ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ, ഞാനിപ്പോൾ വരാം. ആ ശരി. ആരായത്? സുബൈറ, കേറിയിരിക്കെ. പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാ വന്നത്? 2 ദിവസമായി. പോയിട്ട് 2 വർഷം ആയില്ലല്ലോ. ആ, ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോന്നു. ആ, നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കേ. ആ. മരുമോൻ റിയാദിലാണല്ലേ? സുബൈറിന്റെ ചോദ്യത്തിൽ പരിഹാസമുണ്ടോ? അങ്ങനൊന്നുമില്ല സഫിയാത്ത, ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചതാ. ഗൾഫിനെ കുറിച്ചൊക്കെ സംസാരം വന്നിരുന്നു. പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. ഒരിക്കലും പോയില്ലെന്നായിരുന്നു അന്ന് എന്നോട് മറുപടി പറഞ്ഞത്. ഏതോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടാണ് വിസ കിട്ടിയത്. സത്യത്തിൽ വിസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വിവരം അറിയണത്. നിങ്ങൾ എതിരൊന്നും പറഞ്ഞില്ലേ? എൻ്റെ മോളെ പോറ്റാനുള്ള ജീവിതമാർഗം തേടി പോകുന്നവനോട് ഞാൻ എന്തെതിര് പറയാനാ? ഇപ്പോൾ വിധിയിൽ കൂടുതൽ വിശ്വാസം എനിക്ക്. പിന്നെ എത്ര കാലം വെച്ചിട്ടാണ് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുക? യൂസഫൊക്കെ മരിക്കുമ്പോൾ സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ തന്നെയായിരുന്നില്ലേ ഞങ്ങളുടെ കാര്യം നോക്കിയിരുന്നത്? എന്ത് കടപ്പാടിൻ്റെ പേരിലായാലും കാലാകാലം ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഞങ്ങളെ നോക്കിയതിന് എങ്ങനെയാ നിങ്ങളോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊക്കെ വലിയ കാര്യമാണ് സഫിയാത്ത. അതുപോട്ടെ, നെജിമ വരാറില്ലേ? 2 ആഴ്ച കൂടുമ്പോൾ വന്നു പോകും. അവിടെ ഉമ്മയും വാപ്പയും ഒറ്റയ്ക്കല്ലേ. ബാബു എന്നാ വരിക? എല്ലാ ശനിയാഴ്ചയും വരും. തിങ്കളാഴ്ച രാവിലെ പോകും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സഫിയാത്ത. ഇത് ബാബുവിനുള്ളതാ. ഓ, എന്തിനാ ഇതൊക്കെ? ഇരുന്നോട്ടെ. ബാബു വരുമ്പോൾ അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയണം. അത് പിന്നെ പ്രത്യേകം പറയണോ? നീ വന്നൂന്നറിഞ്ഞാ അവനങ്ങ് അവിടെ ഓടിയെത്തൂല്ലേ. എന്നാ പിന്നെ ആ ശരി. ഇതാണ് കിളിച്ചൂണ്ടാൻ പറ്റില്ല. പണ്ട് കാലത്ത് പെർമാണിമാര് മാത്രം തിന്നീനെ പറ്റില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഞാൻ തരൂല. പിന്നെയുള്ള ഈ അടക്കേ ചെങ്കതളി എന്നതിൻ്റെ പേര്, അവ തിന്നാൻ മാത്രം ജായില്ല. അന്തർക്ക ഇതങ്ങൾക്ക് ഒരു കത്തുണ്ട്. മകളെ കുട്ടീൻ്റെന്നാ തോന്നണത്. ഇങ്ങോട്ട് കൊണ്ടുപോര്. ഓപ്പ പോയിട്ട് 3 മാസം കഴിഞ്ഞ്. നിങ്ങൾ കോളടിച്ചെന്നാ തോന്നണത്. ഇതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. നല്ല കട്ടിയുണ്ട്. തുറന്നു നോക്കി.
ഓൻ കുരുത്തുള്ളോനാ. ഓൻ നമ്മളൊന്നും മറന്നില്ലല്ലോ. ഇത് നമ്മൾ ഐതറൂന്റെ കത്താ, സുബൈദാന്റെ മോന്. വീരാനെ, വീരാനെ, ഒന്നിങ്ങോട്ട് വന്നാ. എന്നാ എൻ്റെ പെങ്ങളെ മാൻ്റെ കത്ത് തന്നാണ്. ഇതൊന്നിങ്ങോട്ട് വായിച്ചാജി. അബുവോ, ഒന്നിങ്ങോട്ട് ബാ. ഐതറൂന്റെ കത്ത് തന്നാണ്. അബുവിനൊന്ന് വിളിച്ചണ്ടോ ആപ്പേ? ഓനും കേട്ടോട്ടെ, ഓനും വായിച്ചണ്ട അത്. ആ ഒന്നായിട്ട് വായിച്ചാജി. എന്നാ വായിക്കല്ലേ? ആ, പ്രിയപ്പെട്ട വല്യപ്പ, വല്യമ്മ, വലിയ അമ്മോൻ, ചെറിയ അമ്മോൻ, അമ്മായി, കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദരാലി എഴുത്ത്. എനിക്കിവിടെ പരമസുഖമാണ്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും ഒന്നുകൂടി വായിച്ചാ. 10,000 രൂപ വല്യപ്പക്കും. ആ, എന്നാല് അത് എനിക്കുള്ളതാ. അത് ജിന്റെ കജി തന്നെ തരണോ. ഞാൻ അതും ചോദിച്ച് ഇന്റെ പരങ്ങാനും വന്നാലുണ്ടല്ലോ. ഓനേതായാലും ഉസുറുള്ളോനാ. ഈ ബാക്കി വായിച്ചാ. 10,000 രൂപ വലിയ അമ്മോനും. അത് എനിക്കാണല്ലോ. ഞാൻ അതിൽ കൈയിട്ട് വാരാൻ വരരുത്. ഡകാ ഡകാ. എനിക്ക് എൻ്റെ ഒരു ഉറുപ്പിയും വേണ്ട ഓൻ്റെ. ബാക്കി വായിച്ചാജി. 1000 ചെറിയ അമ്മോനും. എനിക്ക് 1000 ഉള്ളൂ. 1000 തന്നെ കിട്ടിട്ട് എന്താക്കാനാ? ആ, ജവ് വായിച്ചാ. ആ, 1000 വല്യമ്മാക്കും. ആ, നിങ്ങൾക്കുണ്ട് 1000. 1000 അമ്മായിക്കും. അനക്കുണ്ടടി. 500 വീതം കുട്ടികൾക്കും. ഓൾതെ പിന്നെ ഞാൻ തന്നെ കൈ പിടിച്ചോളാം. കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം. പക്ഷേ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല. ഒരു പെട്ടോന്. ഓനൊരു കാലത്തും കൊണം പിടിച്ചൂല. ഒരു കാലത്തും കൊൺപിടിച്ചൂല. നോക്കി അളിയൻ അതാ വരുന്നേ. അതിലെന്തത്ര പുതുമ? പെരയിന്ന് പെണ്ണുങ്ങളായിട്ട് തെറ്റിയാ പിന്നെ നേരെ എങ്ങോട്ടന്നല്ലേ വരവ്? ഈ പ്രാവശ്യം തെറ്റിപ്പോന്നൊന്നല്ല, നിങ്ങളെയൊക്കെ കാണണമെന്നൊരു പൂതി തോന്നി. മാത്രല്ല അളിയങ്കാനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാ പറ, ഞങ്ങളും വേണ്ട കേക്കട്ടെ. വേണ്ട, ഇവിടെ വെച്ച് പറയണ്ട. എന്താ ഇവിടുന്ന് പറഞ്ഞാല്? അതെങ്ങനെയോ ഇവിടെ ലീക്കാവും. നിങ്ങൾ വരി, അങ്ങോട്ട് എടുക്കാം. എന്താ പോത്? ആ, എന്താളിയാ പറയാനുള്ളത്? അതെ, നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ കൂലിപ്പണിയെടുത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല അളിയ. 4 ചില്ലറ കൈ തൊടണമെങ്കിൽ ബിസിനസ് തന്നെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ അളിയനും കൂലിപ്പണിക്കാരനാണല്ലോ എന്ന്. അതുകൊണ്ട് ഈ ബിസിനസ്സിന് നിങ്ങളെയും കൂടി കൂട്ടാൻ നമ്മൾ വെച്ച്. ഞാൻ മാനേജരും നിങ്ങൾ പിയ്യണു. അല്ല, ഞാൻ മാനേജരും നിങ്ങൾ സൂപ്പർവൈസറും. അളിയോ, അളിയനൊന്നും പറഞ്ഞില്ല. അല്ല, എന്ത് ബിസിനസ് അപ്പൊ ചെയ്യാൻ പോണത്? ഏറ്റവും ലാഭം കിട്ടുന്ന എന്ത് ബിസിനസ്സും. എന്നാലേ നല്ലൊരു ബിസിനസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കാട്ട വളം. അയ്യേ, എന്തേ? കോഴിക്കാട്ട വളത്തിന് 3 ഗുണങ്ങളുണ്ട്. 1 കള്ളം കട്ടുണ്ടാവില്ല, 2 കേട് വരില്ല, 3 പയതാം തോറും ഗുണം കൂടി കൂടി വരും. ഡക ഡക. നിങ്ങൾക്ക് കോഴിക്കാട്ടോ അല്ലാത്ത ഒരു ബിസിനസ് അറിയില്ലേ? എന്നാ പിന്നെ കോഴിത്തൂവലാക്ക. അല്ല, നമ്മളൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളെന്താ കുറുക്കനാ?
എന്ത് പറഞ്ഞാലും കോയി കോയിന്ന് അത് മാത്രം അറിയൂ നിങ്ങൾക്ക്. നമ്മൾ പറയുന്ന ബിസിനസ് അതൊന്നുമല്ല, ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. പക്ഷേ നല്ലൊരു സംഖ്യ ഇറക്കണം. എത്ര വേണ്ടി വരും? 2 ലക്ഷം. 1000 ഉറുപ്പ്യ ഒരുമിച്ച് കാണാത്ത മെൻസനാ ഞാൻ. നിങ്ങളുടെ അപ്പോൾ 2 ലക്ഷം. മൂത്തച്ഛനാന്ന് വിചാരിച്ച് എന്തെങ്കിലും പിരാന്ത് വിളിച്ചു അറിയാം. അളിയ ഞാൻ പറയട്ടെ അളിയ, 2,50,000 നമ്മൾ എടുത്തോളാം, 50,000 നിങ്ങളും. 1 ലക്ഷം സുബൈറിനോട് വാങ്ങാം. നമ്മൾ രണ്ടാളും ചെന്ന് ചോദിച്ചവൻ തരാതിരിക്കൂല. തന്നില്ലെങ്കിലോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കെട്ടിയോളന്മാരെ വെച്ച് കളിക്കാം. എന്തേ? എങ്ങനെ? അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. സൂറാനെയും കുട്ടികളെയും ഒഴിവാക്കുമെന്ന് അളിയൻ ഓലോട് പറഞ്ഞാൽ കാശ് ഈ കീസയിൽ വന്നു പോകും. പെട്ടെന്ന് വന്ന് പൈസ വേണമെന്നൊക്കെ പറഞ്ഞാല് എവിടുന്ന് എടുത്തുതരാനാ വീരാനെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മകള് സൂറാനെ ഞാൻ 3 മൊഴിയും ചൊല്ലും. ആ, ഈ ഒന്ന് ഇങ്ങോട്ട് വാ. ഈയോളെ മൊയ്യല്ലേ മര്യാദക്ക് സോറാനെയും കുട്ടികളെയും കൂട്ടി പൊയ്ക്കാ വിടുന്നു, ഇല്ലെങ്കിൽ എന്നെ അറുത്താണ് കുട്ടിയാരി. ഈ ഐഡിയ മാണ്ടളിയ, അത് നിങ്ങൾക്ക് തന്നെ ചേരുള്ളൂ. എനിക്ക് ഇനിയും ജീവിക്കണം. മാണ്ടെങ്കിലും വേണ്ട, സുബൈറിനോട് കാശ് വാങ്ങുന്ന പണി നമ്മളേറ്റ്. അപ്പോൾ നിങ്ങൾ 50,000 അപ്പം കിട്ടുക. ഏത് 50,000? അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിയോ? ഞാൻ പറഞ്ഞില്ല അളിയ, എൻ്റെ കയ്യിൽ 5 പൈസ അല്ല. ബാപ്പാനോട് വാങ്ങിത്തരി. പാപ്പാക്ക് എന്നെ തീരെ വിശ്വാസമല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ കിട്ടൂല, നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. കിട്ടുമോ? പാപ്പാന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും. ഏതായാലും ഇവിടുന്ന് ചോദിക്കണ്ട, അപ്പുറത്തേക്ക് മാറി നിന്ന് ചോദിക്കാം. വരി, ഇങ്ങോട്ട് വരി. ആട്ടോ. ആ പിടിച്ചു വെച്ച് കൊണ്ടുപോകണ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊന്ന് പറഞ്ഞാ പോരെ. സുകാര്യാണെന്ന് അതുകൊണ്ട് ഒറ്റ പോടി നടക്കാൻ പറ്റിയ കുണ്ടന്മാർ കേൾക്കാൻ പറ്റൂല. ഓൻ പറ്റി പറഞ്ഞു കൂടി പൈസ പറ്റിക്കാൻ വന്നതാ. ബിസിനസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഈനാമ്പറ്റും മരപ്പറ്റിയും രണ്ടും നല്ല ചേർച്ചയാ. എന്നാ പിന്നെ ഞങ്ങളും പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആ സുബൈറതാ വരുന്ന. അന്നെ കാണാത്തോണ്ട് ബാപ്പാനോട് കാര്യം പറഞ്ഞ് ഞങ്ങളടെ ഇറങ്ങിയായിരുന്നു. എന്നാ കയറിയിരിക്കി. ഇനിയിപ്പോ ഇരിക്കണില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ യത്തിങ്ങാനക്ക് പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. 15 ലക്ഷം ബഡ്ജറ്റ്. അതിലിപ്പോ ഒരു 10 ലക്ഷം ഗൾഫിൽ പോയി പിരിച്ചുണ്ടാക്കണം. അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി നാട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മിറ്റിന്റെ തീരുമാനം. നാട്ടിലെ പെരുവലും ഇപ്പൊ തരാനുള്ളത് നിങ്ങള് ഗൾഫുകാർ തന്നെയാണല്ലോ. ഏത് 100 ചാക്ക് സിമെന്റ് അന്റെ പേരിൽ കുട്ടിയാലാക്കി എഴുത്തത്. 100 ചാക്കോ? 100 ചാക്ക് സിമെന്റ് എനിക്കിപ്പോ വലിയ സംഖ്യ. ഒന്നുമില്ലെങ്കിൽ എത്തി കുട്ടിയൊക്കെ വേണ്ടിയല്ലേ? അല്ല, എന്നാ പയ്യ പോണ്? 3-4 മാസം കൂടി ഉണ്ട്. എന്നാ ഞങ്ങള് നിക്കണില്ല. വീട്ടിപ്പടിയിൽ എബ്രായി കുവൈത്തിൽ നിന്നാണ്. കയ്യിലുള്ളത് തീർന്നതിന്റെ മുമ്പ് ഓനും കൂടി ഒന്ന് കാണട്ടെ. ഇപ്പൊ എന്തേ, ഇറങ്ങണ്ടിയോ ഇറങ്ങിയാ കിട്ടണ്ടിയോ കിട്ടും, അല്ലാത്തോനും മുട്ടും. ഇത്ര വലിയൊരു സംഖ്യ സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് ബാപ്പക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ സംഭാവന കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്നോട് വെച്ചിട്ടാ കൊടുത്തത്. കൊടുക്കുന്നത് ബാപ്പയാണെങ്കിലും പണം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കല്ലേ. അതിന് മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന്
ബാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? സമ്പാദിക്കാതെ ഗൾഫിൽ 10-12 കൊല്ലം നടക്കുക അന്നതിന് പണി. ഗൾഫ് പോയി വന്നിട്ട് ഓരോരുത്തര് നാടൊട്ടാകെ പറമ്പ് വാങ്ങണ്, എസ്റ്റേറ്റ് വാങ്ങണ്, വലിയ വലിയ വീടുണ്ടാക്കണ്, ബിസിനസ് കൊടുക്കണ്. അനക്ക് മാത്രം എന്താത്തൊന്നും പറ്റൂലേ? ഗൾഫില് മക്കളുള്ള ഓരോ വാപ്പമാര് ഇതിലൊക്കെ നടക്കുന്ന കാണുമ്പോളേ എനിക്ക് വിഷമുണ്ട്. ഓലൊക്കെ ഇടയിൽ ഞാൻ പിടിച്ചിക്കണത് ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടാ. ഈ മാലില്ലേ ഇപ്പൊ എനിക്കുള്ള നിലയും വിലയും അനക്കറിഞ്ഞൂടെ? അതിന്റെ ഒരു ആദരവും ബഹുമാനവും അനക്കും കിട്ടണില്ലേ? പിന്നെ എന്താ കുറച്ച് പൈസ ഇറക്കിയായിട്ടുള്ള ചേതോ? ഒരു 250 രൂപ എഴുതിക്കോ. 250 ഉറുപ്പ്യേ? അന്റെ പഴയ തമാശ ഇതുവരെ ഈ കളഞ്ഞിട്ടില്ലല്ലേ? ഇപ്പൊ കുറച്ച് കുറവാ. കുട്ടിയാലിയാക്കാന്റെ സുബൈർ എത്രയാ തന്നതെന്നറിയാം എനിക്ക്? 100 ചാക്ക് സിമെന്റ്. സുബൈറിനെ കുറിച്ചുള്ള പോലീസ് എനിക്ക് കേൾക്കണ്ട. എനിക്കറിയേണ്ടത് യത്തീംഖാനക്ക് വേണ്ടി ഈ നാട്ടുകാർ എത്ര രൂപ സംഭാവന നൽകിയെന്നാണ്. തട്ടാങ്കുന്നല ഹുസൈനെ എത്ര രൂപ തന്നത്? 500 ഉറുപ്പ്യ മൂപ്പര ആദ്യം തന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. എൻ്റെ വക 50 രൂപ ആയിരിക്കും. 250 പോയിപ്പോ 50 ആയോ? ആ, അത് തന്നെ വളരെ കൂടുതലാ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹോൾസെയിൽ കച്ചവടവും നാട് മുഴുവൻ റബ്ബർ എസ്റ്റേറ്റും തെങ്ങിൻ തോട്ടവുമുള്ള ഹുസൈനാജി സംഭാവന നൽകിയത് 500 രൂപയാണെങ്കിൽ 50 രൂപയിലധികം തന്ന് ഒരു യത്തീംഖാന നടത്തണമെന്ന് ഇബ്രാഹിക്ക് യാതൊരു നിർബന്ധവുമില്ല. ബാധ്യത മുഴുവൻ ഗൾഫുകാരന്റെ പിടലിക്കിട്ട് നിങ്ങൾ അങ്ങനെ സേവനം ചെയ്യണ്ട. നിങ്ങളൊക്കെ ഗൾഫുകാരാന്നുള്ള കാര്യം എന്ന് മുതൽക്ക് അങ്ങക്ക് ബോധം വെച്ചു തുടങ്ങിയത്? നാട്ടിക്ക് വന്നാല് നിങ്ങൾ കാണിക്കണ ഹുങ്കും നടപടിയും കാണുമ്പോ നാട്ടുകാരായ ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇറങ്ങിയ പിറ്റേന്ന് തന്നെ വാടകയ്ക്ക് ഒരു കാറും വാങ്ങി ചങ്ങായിമാരെയും കൂടി തെക്ക് വടക്ക് ചീറിപ്പായുമ്പോ നിങ്ങളെ തടഞ്ഞു നിർത്തി ആദരിക്കണോ നാട്ടുകാര്? ഇവിടുത്തെ പല ഗൾഫുകാരും വീടുകൾ എങ്ങനത്തതാ? ആരെ തോൽപ്പിക്കാനാ ഈ കൂട്ടർ ഇത്ര വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണത്? ഇവരെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞ് നാണല്ലാതെ അങ്ങാടി കൂടെ ഇറങ്ങാൻ പണം അയച്ചു കൊടുക്കുന്നത് ആരാ? നാട്ടുകാരാ? നാട്ടിലേക്ക് വന്നിട്ട് പാവപ്പെട്ട നാട്ടുകാരെ മുമ്പിൽ സകല പൊങ്ങച്ചോം പത്രാതും കാട്ടാ ഇക്കൂട്ടർക്ക് ഒരു മടിയുമില്ല. എന്നിട്ട് യത്തീംഖാനക്കോ പള്ളിക്കോ വല്ല സംഭാവനയും ചോദിക്കുമ്പോ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണ പണത്തിന്റെ വില ഞങ്ങളെ വല്ലാതെ പഠിപ്പിക്കരുത്. അത് ഞങ്ങൾക്ക് അറിയൂല. പിന്നെ ഹുസൈനാജി കൊടുക്കുന്ന സംഭാവനന്റെ കാര്യം, അതിന്റെ വലിപ്പം ചെറുപ്പം ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ആൺകുട്ടികളൊന്നും ഇന്നാട്ടിലില്ല. ബ്രയെ, ഈ എന്തിനാ ആവശ്യമില്ലാത്ത വർത്തമാനത്തിന് പോയത്? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നാട്ടുകാരാണല്ലോ, ഞാൻ ഗൾഫുകാരനും. നമ്മൾ രണ്ടും രണ്ടാണെന്ന് ഇപ്പം മനസ്സിലായി. ആചാര്യ പറഞ്ഞാലും ശരിയില്ലേ? അങ്ങനത്തെ ഗൾഫുകാരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയാണോ? ആചാര്യ പൊതുവെ പറഞ്ഞതായിരിക്കും. അത് ശരിയാ. അങ്ങാടിയിൽ വെച്ച് എന്നെ മുൻനിർത്തി പറഞ്ഞൊക്കെ പൊതുവെ പറഞ്ഞായിരിക്കും. എന്നാ പിന്നെ നിനക്കത് അവിടെ വെച്ചിട്ട് തന്നെ ചോദിച്ചൂടായിരുന്നോ? അതിനുള്ള ധൈര്യം എനിക്ക് ഇല്ലാന്ന് കൂട്ടിക്കോ. പിന്നെപ്പോ അടുത്ത മാസം തിരിച്ചു പോണ ഞാനായിട്ട് നാട്ടിലെന്തിനാ വെറുതെ ഒരു വർത്താനം ഉണ്ടാക്കുന്നത്? പണ്ടത്തെ ഇബ്രായി അല്ല ഇപ്പം ഞാൻ. സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചുപോയി. ഗൾഫിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം കിട്ടി. അല്ലെങ്കിലും ഗൾഫുകാരെ കുറിച്ച് 2 കാര്യം നാട്ടുകാർക്ക് അറിയേണ്ടുള്ളൂ. എന്നാ വന്നത്, എന്നാ പോണത്. ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം നാട്ടിൽ വന്നത്. കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മഹാന്മാരായ 2 അളിയന്മാരാണ് ആദ്യം ചോദിച്ചത്. അവരായതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വന്നപ്പോൾ, അല്ല ഈ ലീവ് തന്നെയല്ലേ വന്നത്? അതെ. എത്ര മാസമുണ്ട്? 4 മാസം. ലീവിന് ശമ്പളം ഉണ്ടാവുമോ? 2 മാസം ശമ്പളം കിട്ടും. എന്നാ പിന്നെ എന്തിനാ ലീവ് 4 മാസം ആക്കിയത്? 2 മാസം പോരായിനു. സുബൈർ ലീവിന് തന്നെയല്ലേ പോന്ന് പാപ്പ? ലീവ് എത്ര മാസം ഉണ്ട്? 4 മാസം ഉണ്ടെന്നാ അവൻ പറഞ്ഞത്. അമീതേ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. ലീവിന്റെ കാര്യം പറഞ്ഞപ്പോ പാപ്പാനോട് ഓനെന്താ പറഞ്ഞേ? 4 മാസം കഴിഞ്ഞാ പോവും. ആവൂ, സമാധാനായി. അല്ലുമ്മ, സുബൈർ ഇഞ്ഞ് പോണില്ലേ? 4 മാസം ലീവും കൂടി ഉണ്ട്. ആളിയനേ പൊരപ്പണി തുടങ്ങണമെന്ന് പറയണണ്ടേ. അല്ല പോത്തെ, അന്റെ ആങ്ങള് സുബൈറിഞ്ഞ് പോണില്ലേ? പിന്നെ നിങ്ങളെ മാരോട് കുത്തിരുന്നിട്ട് മൂണുങ്ങണ്ടേ?
3 വലിയ പെട്ടി സാധനങ്ങളുമായാണ് ഞാൻ വന്നിരുന്നത്. എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് കരുതി. പക്ഷെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. സാധനങ്ങൾക്ക് വേണ്ടി പിടിയും വലിയും കണക്ക് പറച്ചിലും വെറുത്തുപോയി. ഓരോരുത്തർക്കും എടുക്കാവുന്നത്ര സാധനങ്ങൾ കിട്ടിയെങ്കിലും കിട്ടാത്ത ഏതോ സാധനത്തിൻ്റെ പേര് പറഞ്ഞ് അവരെന്നെ കുറ്റപ്പെടുത്തി. കിട്ടിയ സാധനങ്ങൾക്ക് തന്നെ നിറത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും പേര് പറഞ്ഞ് അവരെന്നെ പരിഹസിച്ചു. കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു 4 മാസത്തെ ലീവ് എടുത്ത് നാട്ടിലെത്തിയത്. 1-2 സ്ഥലങ്ങളിലൊക്കെ പോയി പെണ്ണ് കാണുകയും ചെയ്തു. ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. സുബൈർ ഓൻ്റെ ചങ്ങായിമാരെയും കൂട്ടി ഇന്നലെ എവിടെയോ പോയി പെണ്ണെടുക്കണ്. ഓന് പറ്റിയെന്നും പറഞ്ഞിരിക്കണ്. ആ സ്ഥിതിക്ക് പെണ്ണുങ്ങൾ ആരാൻ പോയി കുട്ടീനെ കണ്ടോട്ടെ. എന്തേ അതാ നല്ലത്. 1.5 മാസം ഒപ്പം തന്നെ കഴിഞ്ഞ്. കുറച്ചും കൂടി നേരത്തെ നോക്കേണ്ടതേനി. കല്യാണം ഒരു പേരും കല്യാണം തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, നാട്ടുകാരൊക്കെ ഒന്ന് ഞെട്ടണം. നാട്ടുകാർ ഞൊട്ടും. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. പറയണത് കൊണ്ട് ഒന്നും തോന്നരുത്. സംഗതി നാട്ടിൽ എങ്ങനെയോ ലീക്കാവും. ഓന്നയ്യ് ഓൻ്റെ ഒരു ലീക്ക്. ഓന്റെ ലീക്ക് മാറൂല. ഈ ലീക്കിന് യാതൊരു അനക്കവും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരിയല്ലേ വരി. എന്തോ പറഞ്ഞ് പറ്റിച്ചാൻ കൊണ്ടുപോകാപ്പത്. അല്ലളിയ ഇങ്ങക്ക് തീരെ എന്തോല്ലേ? സുബൈർ ഇപ്പൊ പെണ്ണ് കിട്ടിയ ഇവിടെ എന്താ കഥ? എന്താ കഥ? കല്യാണത്തിന് നല്ല അടിപൊളി വിരിയാൻ നിന്നു. മാത്രല്ല കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് ഇവിടെ വന്ന് കൂടാ. വീട്ടിലെ ചെലവ് ചുരുങ്ങും. തീർന്നില്ല. സുബൈറിന് ഡ്രസ്സ് എടുക്കുമ്പം ആ കെയർ ഓഫിൽ ഓരോ കൂട്ടം ഞമ്മക്കും എടുക്കാം. എടാ പൊട്ടനളിയ, അതല്ല ഞമ്മള് പറയണത്. സുബൈർ പെണ്ണ് കെട്ടിയാ പിന്നെ അവന്റെ താല്പര്യമൊക്കെ പെണ്ണുങ്ങളോടും ഓളെ കൂട്ടക്കാരോടും ആയിരിക്കും. ഞമ്മള് പുറത്താവും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. ഞമ്മക്ക് പെരപ്പണി തുടങ്ങണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞമ്മളെ മക്കളെ കെട്ടിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒരു വിസ തരപ്പെടുത്തി ഞമ്മക്കൊന്ന് അക്കരെ പോണ്ടേ? ഒക്കെ പോട്ടെ. ഓനിപ്പോൾ പെണ്ണ് കിട്ടിയാലേ ഇപ്പം കിട്ടുന്ന വട്ടച്ചെലവിൻ്റെ കായുണ്ടല്ല, അതൊരു കാലത്തും കിട്ടൂല. ഞമ്മക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? കല്യാണം മുടക്കണം. ഓരോ വരവിലും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് കല്യാണം നീട്ടിക്കൊണ്ടുപോകണം. അളിയന്മാരെന്ന നിലയ്ക്ക് അത് നമ്മളെ ബാധ്യതയാ. പക്ഷെ ഇതെങ്ങനെയോ അവിടെ ലീക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ലടാ കൂട്ടാ. കല്യാണം എങ്ങനെ മുടക്കും? നമ്മളെ കെട്ടോളന്മാരെ ഏർപ്പാട് ചെയ്യാ. പെണ്ണിനൂൽക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുടങ്ങിയില്ലേ? അതിനോല് സമ്മതിക്കോ? സമ്മതിക്കൊന്നോ? നമ്മളെ പെണ്ണുങ്ങൾ ഏതാ മുതല്? വീട്ടിലുള്ള എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു. 4 മാസത്തെ ലീവ് 2 മാസമാക്കി ചുരുക്കി ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനം വീട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തിരിച്ചു പോകാമെന്നറിഞ്ഞപ്പോൾ ചെറിയ അളിയൻ വീട്ടിൽ വന്നു. ചെറിയ അളിയൻ മറ്റളിയന്മാരെ പോലെ അല്ല കേട്ടോ, വളരെ ഡീസൻ്റാ. എനിക്കെന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു തരിക എന്നല്ലാതെ അങ്ങോട്ടൊന്നും വാങ്ങില്ല. ഷാഹിനക്ക് പറ്റിയ ഭർത്താവാ. നീ എന്താ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അതൊന്നുമല്ല, നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നുമില്ല അളിയ. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ എന്നോട് പറയും. എത്രയാണ് വേണ്ടത്? എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. എനിക്കേതായാലും പോകണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അളിയൻ എത്ര നിർബന്ധിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം മുടക്കിയ കഥ അളിയൻ എങ്ങനെ അറിഞ്ഞു? അളിയൻ ആ കുട്ടിയുടെ വീട്ടുകാരുമായി കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചു. എൻ്റെ 2ാമത്തെ വരവിന് അവളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ഭാഗ്യം അവളാണ്. 12 വർഷത്തിനിടയിൽ 5ാമത്തെ വരവാണിത്. ജീവിതത്തിൻ്റെ നല്ല 12 വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന സമാധാനമുണ്ട്. നീ 2ാമത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പാ ഞാൻ കുവൈത്തിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ വരവാ.
നീ ഇപ്പം നാട്ടിൽ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും എനിക്ക് ലീവ് 6 മാസം കൂടി കഴിഞ്ഞിട്ടാ. ഞാൻ നേരത്തെ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തമ്മിൽ കാണാനായി. തിരിച്ചു പോക്കെന്നാ? തിരിച്ചു പോണില്ല. തമാശ വിട്. തമാശയല്ല, കാര്യം പറഞ്ഞതാ. തിരിച്ചു പോകാതിരിക്കാൻ മാത്രം നിനക്ക് സമ്പാദ്യം എന്താ ഉള്ളത്? അസുഖം. 12 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. അജയരെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. എന്നാ ഞങ്ങള് വരട്ടാചേരെ. ആ അല്ല, കുട്ടിയേലി എത്രയാക്ക് സിമെന്റാ വാഗ്ദാനം ചെയ്തത്? 100 ചാക്ക്. എന്നാലേ അത് 2 ചാക്ക് മതി. അല്ല, അതിപ്പാചാരെ നമ്മള് എന്തേ ബുദ്ധിമുട്ടുണ്ടോ? അത് കുട്ടിയാലെയൊക്കെ ഇപ്പം അങ്ങനെ തന്ന സ്ഥിതിക്ക് വാഗ്ദാനം ചെയ്തത് കുട്ടിയേലി, പക്ഷേ പൈസ കൊടുക്കേണ്ടതാരാ? സുബേർ. ഓൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? സ്വന്തം ബാപ്പാക്കറിയില്ല, എന്നിട്ടല്ലേ നിങ്ങൾക്ക്? കുട്ടിയേലി എന്ന് പറയണോൻ പൊങ്ങച്ചത്തിന് കയ്യും കാലും വെച്ചോനാ. പോട്ടെ, ഇപ്പൊ കുവൈത്തിൽ നിന്ന് വന്ന ഇബ്രാഹിമിന്റെ സ്ഥിതി എന്താ? ഏതോ ബിസിനസിന്റെ പേരിൽ സ്നേഹിതന്മാർ അവനെ പറ്റിച്ച് മുങ്ങി. നുള്ളിപ്പെറുക്കി ഒരുമിച്ച് കൂട്ടിയ പണം മുഴുവൻ പോയി. ഇപ്പൊ കയ്യിലൊന്നും ഇല്ലാതെയാണ് അവൻ നാട്ടിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ഗൾഫുകാർ പുറത്ത് കാണിക്കൂല. അപ്പൊ എന്റെ 10,000-നേക്കാളും വില ഉണ്ട് ഓൻ്റെ 50-ന്. അപ്പൊ പിന്നെ അങ്ങാടിയിൽ വെച്ച് ആജിയാര് പറഞ്ഞതൊക്കെ അതിന്റെ കിബർ കൊണ്ടാന്ന് കൂട്ടിയാൽ മതി. ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ തോറ്റു കൊടുക്കൂല എന്നുള്ള കിബർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ പിരിവ് മുന്നോട്ട് പോകുമെന്ന് തോന്നണില്ല. മുന്നോട്ട് പോകും. ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി പിരിപ്പിച്ചാൽ മതി. പുറത്ത് നമ്മൾ കാണുന്ന അവസ്ഥയാവൂല അകത്തുള്ളത്, പ്രത്യേകിച്ചും ഗൾഫുകാരുടെ കാര്യം. എല്ലാ ഗൾഫുകാരും ഇപ്പം അങ്ങനെയാണ് ആചാര്യ. അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഗൾഫുകാരെയും നമ്മളും ഒരുപോലെ കാണരുത്. എന്താണ് ജന്തു? കാട്ടുപന്നിയാണ്. എന്റെ കഥ ഞാൻ കഴിച്ചു തരാം. ഞാൻ ഔസൈൻ. അത് ശരി, നിങ്ങൾ പിന്നെയും പെടത്തില്ലേ? എന്നാലും കളിയാ, എന്നോട് ചതി വേണ്ടേനു. എന്ത് ചതി? കാശ് ചോദിച്ചപ്പോ നിങ്ങളെ ബാപ്പ നമ്മളെ തല്ലി ഓടിച്ച് നിങ്ങൾ കണ്ടല്ലേ? അക്കാര്യം ഞങ്ങൾക്ക് മുൻകൂർ നമ്മളോടൊന്ന് പറയാനു. അതിന് ബാപ്പാന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നല്ലേ ഞാൻ കരുതിയത്. ഏതായാലും ഞമ്മക്ക് ഈ ബിസിനസ് ഒന്ന് പിരിയാ. ഏയ്, പിരിയാനായിട്ടില്ല. ഈ ഹുസൈൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കിയിട്ടേ നമ്മൾ നിർത്തും. ആ, കാശ് ചോദിക്കുമ്പോഴല്ലേ ബാപ്പ തരാത്തുള്ളൂ. 10 സെന്റ് പറമ്പ് വെക്കാൻ ആരെ സമ്മതവും വേണ്ടല്ലോ. ഡഗ ഡഗ. അതിന് പറമ്പ് എവിടെ? അത് മുഴുവൻ ബാപ്പാന്റെ കയ്യിലല്ലേ? ആ, അതിന് 10 സെന്റ് അളിയന്റെ പേരിലാക്കണം. എങ്ങനെ? ആ, പാടത്തിന്റെ പക്കലുള്ള 10 സെന്റ് സ്ഥലോ ഇങ്ങളെ ബാപ്പ ഇങ്ങളെ പേരിൽ തന്നതിന്റെ കള്ളാസാണിത്. ആഹാ, എന്നിട്ട് ഇതുവരെ മുണ്ടാതിരിക്കനില്ലേ? നിങ്ങൾ ആള് തിരക്കടില്ലല്ലോ. ഇതെങ്ങനെ നിങ്ങളെ കയ്യിലെത്തിയെന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഓ എന്റെ പൊട്ടനളിയാ, ഈ രേഖ ഞാൻ എഴുതി ഉണ്ടാക്കിയതാ. ഇതിൽ നിങ്ങളെ ബാപ്പാന്റെ ബെരലടയാൾ ഇട്ടാലേ ഈ 10 സെന്റ് നിങ്ങളെ പേരിലാവൂ. അത് ശരി. 10 ഉറുപ്പ്യ ചോദിച്ചാൽ തരാത്ത ബാപ്പയാണോ 10 സെന്റ് എനിക്ക് തന്ന കടലാസിൽ ഒപ്പിടുന്നത്? ഡഗ ഡഗ. ഓ, അതിനെന്തെങ്കിലും ഐഡിയ പ്രയോഗിക്കണം അളിയാ. നമ്മളെ കെട്ടിയോളെ എപ്പോഴും പറയൂ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാന്ന്. നമ്മളെ ബിസിനസ് തുടങ്ങിയ നിങ്ങൾ ആരാ? കമ്പനി സൂപ്പർവൈസറാ. സൂപ്പർവൈസർ അത് മറക്കണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, അളിയനും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോവാം.
അളിയ ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയിക്കോളി. ആയിക്കോട്ടെ, വരി. ദേയ് ഇന്ന് പണിക്കൊന്നും പോയില്ലേ? അല്ല വാപ്പേ, ഖിലാഫത്തിന്റെ കാലത്തുള്ള ഒരുപാട് കഥ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണല്ലോ എല്ലാവരും പറയണത്. ഇങ്ങോട്ട് ഇതുവരെ ഒരൊറ്റ ഒന്നും എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നില്ല. ഇല്ലേ? അതിന് ജിന്റെ അടുത്ത് കുത്തിയിരിക്കണ്ടേ? ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ ഇജി മണ്ടല്ലേ? ഇപ്പോഴെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഏതായാലും കേട്ടോ, 921 ഇവിടെ പട്ടാളം ഇറങ്ങിയ കഥ പറഞ്ഞുതരാം. അന്ന് പൂക്കോട്ടൂരും താനൂരും തിരുവരങ്ങാടിയിലും പട്ടാളക്കാരുമായിട്ട് ലേളക്കാർ ഏറ്റുമുട്ടി. ഒളിപ്പോരിൽ 31 ആള് ശഹീദായി. 32 അല്ല, 31 തന്നെ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എന്റെ സംശയം കേട്ട വിചാരിച്ചു ഖിലാഫത്ത് പങ്കെടുത്തതെന്ന്. അൽവ്യാജി പറഞ്ഞ 32 എന്നാണല്ലോ. ആ ഓൻ അങ്ങനെ പറഞ്ഞു. എന്നാ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ ചോദിച്ചാട്ടെ. ബാക്കി പറ. അതിനിപ്പോ നമ്മളെവിടെ പറഞ്ഞു എത്തിയത്? ഒളിപ്പോരില്ലേ? ആ ഒളിപ്പോരില്. ഒളിപ്പോരില് 31 ആള് ശഹീദായി. അതിലൊന്ന് എൻ്റെ ബാപ്പേനി, അതായത് എൻ്റെ വല്യാപ്പ. തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് വളഞ്ഞപ്പോ ഞാൻ അതിൽ ചാടി കുറേ വെള്ളം കുടിച്ച്. അതിന്റെ പക്കത്ത് തന്നെ കുടിച്ചാ പോരോ? ഒരൊറ്റ ഒന്നെടുത്ത് തന്നാണ്ടല്ല ഞാന്. ഇതങ്ങനെ കുടിച്ചല്ലേ ബിലീസേ? അവൾക്ക് ചാടി വെള്ളത്തിൽ പോയ കഥ. ഈ പട്ടാളക്കാർ പള്ളിന്റെ ഉള്ളിലേക്ക് വെടിവെച്ചില്ലേ? വെച്ചില്ലേന്നോ? എന്നും പറഞ്ഞു തുരാ വെടിയൊക്കെ. നിങ്ങൾക്ക് കൊണ്ടില്ല? ഒരു ഉണ്ട അവിടുന്ന് ഇങ്ങോട്ട് സുറോന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടുന്ന് ഒരു ഉണ്ട സുറോന്നും പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്ന്. അല്ല, ശരിക്കും ഉന്നം പിടിച്ചാന്ന് വെച്ചല്ലാത്തോലൊക്കെ ആരാ ഇതിലെടുത്തെന്നുള്ള എനിക്കറിയാത്ത. ഓനൊക്കെ പട്ടാളത്തിലെടുത്തോനെ ചാവട്ടി കോടല് പുറത്ത് കാണിച്ചണം. ഇതാണ് പണിയില്ലേ? പട്ടാളം ഇറങ്ങിയ കഥയും പറഞ്ഞ് കുത്തുന്നോളി. നിങ്ങളെ മുതൽ കാക്കാന്റെ കഥയിലാണ്, നിങ്ങളറിയില്ല. അത് ശരി, അതാണ് ഈ കഥയും പറഞ്ഞ് ഇവിടെ എങ്ങനെ കൂടിയാവില്ലേ? അന്റെ മജ്ജത്ത് ഞാൻ എടുത്തുതരാ. നിക്ക് വിലീസാടെ, നിക്ക് ഒന്തരം വല്ലാടെ. അതൊക്കെ ഇപ്പോ അത്ര വലിയ സൂക്കറാവണം പറയേ. അതിനാണ് ചികിത്സ ഇപ്പം ഗൾഫ് കിട്ടൂലേ? അവിടെ കിട്ടാത്തോണ്ടാണല്ലോ 2 കൊല്ലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സുബൈർ നാട്ടിലേക്ക് മടങ്ങിയത്. ആര് പറഞ്ഞപ്പോ ആറ് കിട്ടൂലെന്ന്? എന്നൊരു ഗൾഫ് പോയാലൊക്കെ സൂക്കറാണാമോ ഇങ്ങോട്ട് വരില്ല. ഓൻ്റെ അസുഖത്തിന്റെ ഗൗരവം അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയണത്. അതൊക്കെ എനിക്കറിയാം. ഞാൻ ഒരുപാട് സൂക്കേട് കണ്ടോനാ. കാലത്തേ സൂക്കേടും ചികിത്സ ഉണ്ട്. ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖമല്ല കുട്ടികളേക്കാ. ഓപ്പറേഷൻ നിർബന്ധമാണ്. ആര് പറഞ്ഞ്? ചില ഡോക്ടർമാർ ആവശ്യമില്ലെങ്കിലും പറയും ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങനത്തെ പല സൂക്കേടുമാര് ചരിത്രം ഉണ്ടെന്ന്. അതിന് വിവരമുള്ള ഡോക്ടർമാർ കാണിക്കണം ആദ്യം. അല്ല, വിസ ക്യാൻസൽ ചെയ്തിട്ടാണോ ഓൻ പോകുന്നത്? വിസക്ക് 6 മാസത്തെ കാലാവധി കൂടി ഉണ്ട്. അതിനിടക്ക് വേണമെങ്കിൽ പോകാം. 6 മാസത്തില് 1 മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? ബാക്കി 5 മാസം കൂടിയില്ലേ? പക്ഷെ ലീവ് 2 മാസമേ ഉള്ളൂ. അതൊരു 6 മാസമാക്കി കിട്ടാൻ പറയും. പറഞ്ഞ ഡേറ്റിന് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ആ ജോലി പോകും. അങ്ങനെയാണ് ലീവ് നീട്ടുന്നത്. വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ പള്ളത്തിനുണ്ടോ ആരാ നോക്കാൻ? എൻ്റെ കൂടെ കഴിയൂല. 10-12 കൊല്ലം ഗൾഫിൽ പോയെന്നല്ലാതെ ഓനക്ക് എന്താ ഒരു നേട്ടോ? അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഓനക്ക്. എനിക്ക് സമ്പാദ്യമല്ല, ശരിയാ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സുഖമായി ജീവിക്കണ്ടല്ലോ. വാടകപ്പുരയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റാൻ എനിക്ക് വന്ന ചിലവ് 6 വർഷം കൊണ്ടാണ് ഞാൻ വീട്ടിയത്. പിന്നെ മൂത്ത 2 പെങ്ങന്മാരുടെ വീട് പണി തകൃതിയായിരുന്നു. ചെലവിൻ്റെ 3/4 ഭാഗവും എൻ്റെ തലയിൽ അവർ കെട്ടിവെച്ചത്. പഴയ പെട്ടിക്കടയിൽ നിന്ന് ഇപ്പോഴുള്ള വലിയ ഷോപ്പിലേക്ക് ജ്യേഷ്ഠനെ മാറ്റാൻ എത്ര രൂപയാണ് എനിക്ക് ചിലവായതെന്ന് നിനക്കറിയോ? അനിയനാണെങ്കിൽ വിസ ശരിയാക്കി കൊടുക്കാത്തതിലുള്ള പരാതി. അല്ല,
നിന്റെ ജ്യേഷ്ഠനിപ്പോൾ നല്ല ബിസിനസ്സാണല്ലോ, അവനോടാണ് കാര്യങ്ങളൊക്കെ പറയാൻ നല്ലത്. ഒരു പ്രയോജനമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന അത്രയും സംഖ്യ അവനിവിടെ കച്ചവടത്തിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവനിവിടെ വീട് വെച്ച് കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുന്നു. അപ്പോഴും ബാധ്യത മുഴുവൻ എൻ്റെ തലയിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ അവൻ ബാപ്പാക്ക് 100 രൂപ കൊടുക്കും. കൊല്ലത്തിൽ ഉമ്മക്കൊരു കൂട്ടൻ ഡ്രസ്സും. ഇതാണ് അവൻ്റെ ആകെ ചെലവ്. വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വീട്ടുകാർ എനിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കും. ജ്യേഷ്ഠൻ വിചാരിച്ചാൽ അതൊക്കെ അവന് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആരോട് പറയാൻ? നിന്റെ ജ്യേഷ്ഠനോട് ഇക്കാര്യം ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്. അത് പിന്നീടാകാം. അതിനു മുമ്പ് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണം. എക്സ്റേ എടുക്കൂ. നിങ്ങൾക്ക് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. എക്സ്റേയും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. അതിനുശേഷമേ ഓപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓപ്പറേഷൻ ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ലേ ഡോക്ടർ? ഓപ്പറേഷൻ നിർബന്ധമാണ്, പക്ഷെ പെട്ടെന്നുണ്ടാവില്ല. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ഈ മരുന്ന് കഴിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ടെസ്റ്റുകളൊക്കെ ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. ഏതായാലും ഈ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. 1 മാസം മരുന്ന് കഴിച്ചതിന് ശേഷം ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി വരണം. ഓപ്പറേഷൻ വലിയ ചെലവ് വരുന്നതാണോ ഡോക്ടർ? 1 ലക്ഷത്തോളം രൂപ ചെലവ് വരും. വരുമാനം കുറഞ്ഞവർക്ക് ഞങ്ങൾ ചില ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കത് ബാധകമല്ലല്ലോ, നിങ്ങൾ ഗൾഫുകാരനല്ലേ. മാണ്ടളിയ, നീ പുതിയ ഐഡിയ മാണ്ട. എൻ്റെ ബാപ്പ ജീവിച്ചിരിക്കണ കാലത്ത് ഒരു ബിസിനസ്സും നടക്കൂല. അളിയൻ സ്വന്തമായിട്ട് തന്നെ ബിസിനസ് തുടങ്ങിയാൽ മതി. ഞാൻ ബിസിനസ് തുടങ്ങി വലിയ വീടും കാറും ഒക്കെ ആയിട്ട് ബലസി നടക്കുമ്പോൾ അളിയൻ കൈക്കോട്ടും പിടിച്ച് നടക്കുന്നത് എനിക്ക് സഹിക്കൂല. അത്രയ്ക്ക് കണ്ണിച്ചോറില്ലാത്തവനല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ബാപ്പ മരിച്ചിട്ട് ബിസിനസ് തുടങ്ങാം. ദേ എൻ്റെ നാട്ടിലൊരു വൈദ്യരുണ്ട്. മൂപ്പരൊന്ന് കാണിച്ചാലോ ബാപ്പാന? അതിന് ബാപ്പാക്ക് എന്താ അസുഖം? അസുഖത്തിനല്ല, നാടി പിടിച്ച് നോക്കിയിട്ട് അവധി പറയാൻ. എന്ത്? ആ, ഈ വൈദ്യരെ നാടി പിടിച്ച് നോക്കി പറയും ഒരാളുടെ മരണസമയം. വൈദ്യരൊരു അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ തെറ്റിയ ചരിത്രമില്ല. ബാപ്പാൻ്റെ അവധി അടുത്താണെങ്കിൽ ബിസിനസ് തുടങ്ങാൻ നമ്മൾ ലേശം കാത്തിരുന്നാൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതെങ്ങനോ ലീക്കായാൽ? ഓ, തുടങ്ങി. ലീക്കാവൂലളിയ, ഞാനല്ലേ പറയുന്നത്. ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. അവിടെ നിൽക്ക്. അന്നോട് ഈ പറമ്പക്ക് കാല് കുത്തരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാനാ വന്നത്. മാത്രല്ല ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിക്ക് സൽക്കാരത്തിന് ക്ഷണിക്കാൻ കൂടിയാ വന്നത്. ആ ദീതം കിട്ടും എങ്ങേട്ടെ നല്ല പാലിന് പറ്റിച്ച പെട്ട. അല്ലെങ്കിലും വീടാൻ്റെ മാതിരിയല്ല, ഇജ്ജ് സ്നേഹമുള്ളവനാ. ഇതേതാ എൻ്റെ കൂടെ വേറൊരു മരപ്പട്ടി? അല്ലോ, അങ്ങനെയൊന്നും പറയരുത്. ഇതാരാന്നറിയോ? 7ാം മാളികയിൽ അഷ്ടവൈദ്യനെ കേട്ടിട്ടില്ലേ? കുഞ്ഞാൻ്റെ മൂത്തത്. മൂപ്പരിളയ മോനാ, കുഞ്ഞിക്കുട്ടനിളയത്. ആ, അച്ഛന് നല്ല കേളിയായിരുന്നു. നാടി പിടിച്ച് സകല രോഗങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരൂ. മൂപ്പരെ കൊണമ്പല്ലോ ഇയാൾക്ക് കിട്ടിയ ഹുസൈനെ. പിന്നെ അച്ഛനെ കടത്തി വിട്ടു. അതുകൊണ്ടല്ലേ ഞാൻ ഇയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്തിന്? ഒന്നുമില്ല, നിങ്ങളൊന്ന് പരിശോധിപ്പിക്കേ. പഠിച്ചോന്റെ റഹ്മത്തുകൊണ്ട് ഒരസുഖവും എനിക്കില്ല. 92 വയസ്സായി എനിക്ക്.
ഇപ്പോഴും ഈ പാഞ്ഞാലും എൻ്റെ അപ്പുറം എത്തൂല. എന്താ കാരണം എന്നറിയോ? ദിവസം 2 നേരം ബലു കുളിച്ച് അത് ലേഖം തിന്നു. രാവിലെ 6 മണിക്ക് മുറുമുറാതി തൈലം തേച്ചൊരു കുളിയും. അങ്ങനെ തന്നെ പരിശോധിച്ചാനപ്പോൾ ഉണങ്ങി ചപ്പിച്ചൊരു വൈദ്യരും കൊണ്ട് വന്ന്. ഓൻ്റെ അച്ഛനെ വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ ഓ പാഞ്ഞ വൈക്ക് പുല്ലൾക്കൂല. അതിന് കാരണവരെ ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ വന്നതാ നിരീച്ചത്. നിങ്ങൾ നാടി പിടിച്ച് നിങ്ങളെ മരണസമയം പറയാൻ വന്നതാ. കിളവന്റെ വായിന്ന് എന്റെ മുഖസ്തുതി കളിപ്പിച്ചതിന് നിനക്ക് നന്ദിയുണ്ട് കേട്ടോ. ആട്ടെ, ആ കയ്യങ്ങ് നീട്ടുക, ഞാൻ നാടി പിടിക്കട്ടെ. എന്താണ് കിളവൻ എവിടെ പോയി? ഇപ്പൊ കൊടുക്കണ്ടല്ല, എല്ലാം നശിപ്പിച്ച്. നിങ്ങളോട് ആരാ ആ രഹസ്യം ഇവിടെ ഉളമ്പാ പറഞ്ഞേ? വളരെ സൂത്രത്തിൽ കാര്യം നടത്തണം ഞാൻ പറഞ്ഞല്ലേ. സാരമില്ല, ആ കിളവന്റെ നാടി പിടിച്ചിട്ട് ഈ ഇളയത് തിരിച്ചു പോകൂ. നടക്കൂല. അപ്പൂനെ പാപ്പ കാവല് നിർത്തിക്ക. അത് പ്രശ്നമില്ല, ഞാനല്ലേ കൂടെ. വേണ്ട വേണ്ട, ഖിലാഫത്തിന്റെ കാര്യത്തുള്ള കത്തിയാ അത്. അങ്ങനെ എത്ര കത്തി? ഞാനല്ലേ പറയണത്. ഇങ്ങോട്ട് വരിക, വാ. കള്ളന്മാര് ഞാനാണോ? അല്ലോ റബ്ബേ, എന്തോരു പെട്ടാണിത്. പെട്ടല്ലോ, ഇത് ഞാനാണോ? പെട്ടല്ലോ, ഇതെന്റെ ബാപ്പയാണ്. ഞാനാണോ ഇത്? പെട്ടല്ലേ? ബാപ്പേനി നോക്കാൻ കാവ് നിർത്തിയേച്ചു. ബട്ടി കൊല്ലു വിളിച്ച് എന്റെ മൈക്കത്ത് ഞാൻ കൊന്നെടുക്കും. ഇതൊന്നാട്ട് ഊരി വിളിച്ചേ. നല്ല ചൊറുക്കായിന്. ഓനേതായാലും അവിടെ കിടക്കട്ടെ. ഓന് ബോധം കടൽ വലിയ പുതുമുള്ള കാര്യമൊന്നുമല്ല. നേരം വെളുക്കുള്ളൂ, ഓരോണ്ട് ഒരലമ്പും ഞമ്മക്ക് ഉണ്ടാവൂല. ഇതൊന്നാട്ട് ഊരിയ ആ കുട്ടിക്ക് എന്താ വേണ്ടി വെച്ചാ കൊടുക്ക്. ഇക്കതൊന്ന് കൂട്ടി. പഞ്ചാര 3, പഞ്ചാര 3, ഉള്ളി 500, ഉള്ളി 500, മുളക് 250,
മുളക് 250, മല്ലി 500, മല്ലി 500, തക്കാളി 200. അമീദ്ക്ക തക്കാളി 200. ഒന്ന് പുറത്തേക്ക് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. ലേശം തിരക്കിലാണല്ലോ. ഒരു 2 മിനിറ്റ് മതി. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് താങ്ങൂല. മെഡിക്കൽ കോളേജിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാ നല്ലത്. പൈസ വേണ്ടല്ലോ. എന്നാലും ഒരു നല്ലൊരു സംഖ്യ, ഏകദേശം 60,000 റുപ്യ. പൈസൻ്റെ കാര്യം പ്രശ്നമല്ല, അത് എത്ര വേണമെങ്കിലും അവൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ ആ വിസ ക്യാൻസലായി പോയാൽ എന്താ ചെയ്യുക? ഓനൊരു പെണ്ണും കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ഒരേ കുത്തിയിരുന്നാൽ ആരാ നോക്കുക? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബൈറിൻ്റെ അസുഖം പൂർണ്ണമായി സുഖമാകുന്നത് വരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനിപ്പോൾ പൂർണ്ണമായ വിശ്രമവും മനസ്സമാധാനവും ആവശ്യമായ സമയമാണ്. ഈ എന്താണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ ഒരു സ്വന്തം പരക്കാരനാ. അതിൻ്റെ പുറമെ തറവാട്ടിലെ കാര്യങ്ങളും കൂടി നോക്കാൻ എനിക്ക് എവിടുന്നാ വരുമാനം? വേണ്ട, ചെറിയൊരു പെട്ടിക്കട ഇത്ര വലിയൊരു ഷോപ്പാക്കി മാറ്റാൻ സുബൈർ തന്ന 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു സമ്പാദ്യം ഉണ്ടല്ലോ ബാങ്കിൽ. തിരിച്ചു കൊടുക്കാൻ കടം തന്നൊന്നുമല്ലാതെ എന്നെ സഹായിച്ചതാ. ആ സഹായം തിരിച്ച് അങ്ങോട്ടും ചെയ്തൂടെ എന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. അതിനിപ്പോൾ അവന് സാമ്പത്തിക പ്രയാസമൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ അവൻ്റെ കാശൊക്കെ എവിടെ പോയി? 10-12 കൊല്ലം ഗൾഫിൽ പോയി പണിയെടുത്തിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പുൽക്കും. നിങ്ങൾക്ക് രണ്ടാക്കും പുതിയ എന്തോ പദ്ധതി ഉണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ ബിസിനസ് നടക്കട്ടെ. ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാൻ നിങ്ങൾക്കൊന്നും ബാക്കിയുണ്ടാവില്ല. മനസ്സുകൊണ്ട് നിങ്ങളെ ഞാൻ എന്നോ ചവിട്ടിയതാ. ഇനി എൻ്റെ കാലുകൊണ്ട് ആ പണി ചെയ്യിക്കരുത്. എനിക്ക് തോന്നുന്നത് ഓള് മന്ത്രിച്ചു കൊടുത്തു ഓന്റെ പോക്ക് മുടക്കിയതാണെന്നാ. പെണ്ണുങ്ങൾ മന്ത്രിച്ചെടുത്തോ കേട്ടിവിടെ കുത്തിരിക്കണെങ്കിലേ 3 നേരം തിന്നാനുള്ള ഉണ്ടാക്കണം ആദ്യം. എന്ത് മണ്ണാകട്ടെ അവൻ സമ്പാദിച്ചത്. ഇപ്പൊ വായ്പ വാങ്ങി നടക്കാൻ അവന്റെ പണി. ഞാനാണെങ്കിൽ ഇക്കൊല്ലം 5 രൂപ നാട്ടാട് മുഴുവൻ പറയും ചെയ്ത് എന്റെ മാനം വാങ്ങി ബാക്കി എന്താ വേണോ? 4 കൊല്ലം എനിക്കൊരു വിസ ശരിയാക്കാൻ അവനോട് പറയണ്. ഞാനിപ്പോൾ ഗൾഫിലായിരുന്നെങ്കിലേ നിങ്ങളെ മാത്രമല്ല ഉമ്മാനും കൂടി ഞാൻ ഹജ്ജിന് കൊണ്ടുപോയായിരുന്നു. എൻ്റെ ചങ്ങായിമാർക്ക് പലർക്കും വിസ ശരിയാക്കിയത് പോലെ ഏട്ടന്മാരാ. അതിനും വേണൊരു യോഗം. ഇതിപ്പോൾ പറയണവർക്ക് ജ്യേഷ്ഠൻ ഗൾഫിൽ. അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം എനിക്കുണ്ടോ? ഇപ്പോൾ അതാ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് നിൽക്കണേ. ക്യാമറ ഉള്ള ഫോണാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കണത്. ഞാനായിട്ട് അത് കുപ്പയിലേക്ക് വലിച്ചെറിയാത്തത്. ഒന്ന് പതുക്കെ പറഞ്ഞോ, ഓൻ ഇങ്ങോട്ട് വരൂ. വന്നാലെന്താ, ഞാൻ പറയാനുള്ളത് പറയും. ഇനിയിപ്പോൾ എനിക്കും എൻ്റെ വിസ വേണ്ട. അതെന്താ ഈ ഫോണില്ലേ? ആ, വിസ കിട്ടാൻ വേറെ വഴിയൊക്കെ ഉണ്ട്. അതെന്താന്നാ ചോദിച്ചത്? ബ്രോക്കർ പറഞ്ഞതാ കല്യാണം കഴിച്ച വിസ ശരിയാക്കി തരാന്ന്. നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അത് തരക്കേടില്ലല്ലോ. തരക്കേടുണ്ടോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല. നമ്മുടെ നെൽക്കും വെൽക്കും ചേർന്നതും കൂടിയാണോ നോക്കണം. സുബൈർ ചാടിയ മാതിരി പോയത്ത് ചെന്ന് ചാടണ്ട. ഏതായാലും ബ്രോക്കർ മറ്റേ ഇന്നൊരു തീരുമാനിക്കാം. ഇതൊന്നും ഇപ്പൊ സുബൈർ അറിയണ്ട. കല്യാണം ഓൻ പോയിട്ട് ഉറപ്പിക്കാം. കല്യാണത്തിന്റെ ചെലവൊക്കെ നോക്കാം ഓനല്ലാണ്ടപ്പ ആരാ ഉള്ളേ? അപ്പൊ ഓൻ ഇനി പോണില്ല എന്ന് പറഞ്ഞ എന്നോടല്ലേ? എന്താ എല്ലാരും കൂടി ഇവിടെ പുറത്തിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ വർത്താൻ പറഞ്ഞിരിക്കാണ്. നീ എന്താ കരയാ? കരച്ചിലൊന്നിനും ഒരു പരിഹാരമല്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ കരച്ചിലാണ്. പെണ്ണുങ്ങൾക്ക് തോന്നുമ്പോ കരയാ. ഞങ്ങൾക്കൊക്കെ ഒന്ന് കരയണമെങ്കിലേ ആരെങ്കിലും മരിക്കണം. ആണായിപ്പോയില്ലേ? പിന്നെ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോവേ? സുഖമില്ലാത്ത അവസ്ഥയിൽ തിരിച്ചു പോവേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല.
കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, കുറച്ച് കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അവൻ്റെ അസുഖം ഭേദമായാൽ പുതിയൊരു വിസ സംഘടിപ്പിച്ച് കൊടുക്കാനും എനിക്ക് പറ്റും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറേ പറഞ്ഞു നോക്കി. എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ നിർബന്ധിച്ചു. ഇനിയും പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഉണങ്ങാത്ത മുറിവുകൾ ഏറ്റിട്ടുണ്ട് അവൻ്റെ മനസ്സ് നിറയെ. അവനെനിക്കറിയാം. എല്ലാം മനസ്സിലൊതുക്കുന്ന പ്രകൃതമാണ്. വീട്ടിനകത്തും പുറത്തും ചൂഷണം ചെയ്യുന്നവരാണുള്ളതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു. ഗൾഫുകാരനെ കല്യാണം കഴിച്ച് ജീവിതം പാഴായി പോയ ഒരു സ്ത്രീയാണ് അവൻ്റെ ഭാര്യ. അവളെ ഓർത്തിട്ടെങ്കിലും അവൻ പോകാതിരിക്കുമെന്ന് കരുതി. ഒരു വഴിക്ക് ചിന്തിച്ച അവൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഗൾഫിലാവുമ്പോൾ അല്പം സ്നേഹം കൊടുക്കാൻ കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊന്നുകൂടി സംസാരിച്ച് നോക്കാം അവനോട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. അവൻ്റെ തീരുമാനം എന്തായാലും ശരി. അവൻ ഇനി പോകാൻ പാടില്ല. ആർക്ക് വേണ്ടെങ്കിലും അവനെ നമുക്ക് വേണം. ആ ടിക്കറ്റ് ഓക്കെയാണ്. മറ്റന്നാ 12 മണിക്കാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് റെഡി ആയിക്കോ. എന്നാ ശരി. ടിക്കറ്റ് എടുത്തു എന്നുള്ളതൊരു കാരണമല്ല. ഇതിപ്പോഴും ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നീ ഇപ്പോൾ പോകാൻ പാടില്ല. നിനക്ക് എന്താ അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? നീ ആ ടിക്കറ്റും കൊണ്ടാ. ഞാൻ കൊണ്ടുപോയി ക്യാൻസൽ ചെയ്യാം. ചിന്തിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് കൊണ്ടാ. ടിക്കറ്റ് കിട്ടിയില്ലേ? ഇങ്ങനെ തണുത്താൻ പറ്റൂല. പോവാനുള്ള ഒരുക്കങ്ങൾ നോക്കി. ബ്രയ്യേ ഓനോൻ ചൂടാക്ക്. ഓനാളെ ഒരു തണുപ്പനാ. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. സ്വന്തം കുടുംബത്തിനായി നിന്റെ ജീവിതം ബലിയാവുകയായിരുന്നു. ഉരുകും മെഴുകുതിരി പോലെ ഉരുകിത്തീരുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. ഒരുപാട് മോഹന സ്വപ്നവുമായി കടൽ കടന്നു കുടുംബം പോറ്റാൻ. ഓരോ പ്രയാസവും നേരിട്ട മരുഭൂവിൽ ഒരേയൊരു ലക്ഷ്യം നിറവേറ്റാൻ. സ്വന്തം
സ്വന്തം സമ്പാദ്യങ്ങളെല്ലാം നിർലോഭമായി നാട്ടിലേക്കൊഴുക്കുകയായിരുന്നു. സ്വന്തക്കാർ ബന്ധക്കാർ ഒന്നായ ജീവിതം പങ്കിട്ടെടുക്കുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. ആയുസ്സും ആരോഗ്യം എല്ലാം നശിച്ചാലും സ്വന്ത ബന്ധങ്ങളുടെ തണലിൽ നിൽക്കാൻ ഓമൽ പ്രതീക്ഷയുമായി ഓടിയെത്തി നാട്ടിൽ ശിഷ്ടമുള്ള ജീവിതം നയിക്കാൻ. സേവനം ചെയ്തവൻ നാടിനും നാട്ടാർക്കും എല്ലാം മരീചികയായിരുന്നു. എല്ലാവരും ചേർന്നിട്ടിന്നോളമീ എന്നെ കറവ പശുവാക്കുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. സ്വന്തം കുടുംബത്തിനായി നിന്റെ ജീവിതം ബലിയാവുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. എന്റെ മകനെ ഈ തിരിച്ചു പറഞ്ഞാച്ചൂലേ കുട്ടിയലിയെ? ഓ ഇവിടെ എന്നിട്ട് എന്താക്കും ആചാരെ? എന്തുകൊണ്ടാണോ തിരിച്ചു പോണില്ല എന്ന് പറഞ്ഞ ഈ അന്വേഷിച്ചോ? എന്തോ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. അത് ചെറിയ അസുഖമൊന്നും അല്ലായിരുന്നു കുട്ടിയലിയെ, ശരിക്ക് ശ്രദ്ധിക്കേണ്ട അസുഖമായിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാത്തോണ്ടായിരുന്നെങ്കിൽ എനക്ക് എന്നോട് ചോദിക്കായിരുന്നു. സംഗതി ഞാൻ പിസ്കനാ. എന്നാലും 10-15 കൊല്ലം എനിക്കും വേണ്ടി ഈ വല്യങ്ങാടിയിൽ ലോഡിറക്കിയ ആളല്ലേ. ആ അവകാശം വെച്ച് തന്നെ എനിക്ക് എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ ചോദിക്കൂല്ലേ? ഇയ്യിപ്പോൾ വലിയ മുതലാളിയായി പോയില്ലേ. മകൻ പണയക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പിന്നെ ഈ പണിക്കും വന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ കൊടുക്കണേക്കാട്ടിലും വലിയ സംഖ്യ സംഭാവന കൊടുത്ത് ഇന്നെ തോൽപ്പിക്കാനായിരുന്നല്ലോ എനക്ക് മോഹം. അതിച്ച് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. മക്കള് കഷ്ടപ്പെട്ട് അയക്കണ പണം ഇവിടെ തീർക്കാൻ ഏത് അന്തം കെട്ടോനും കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ അറുക്കലല്ല ബുദ്ധി കുട്ടിയാലേ, അതിനെ പോറ്റലാ ബുദ്ധി. അത് വൈകാതെ എനിക്ക് മനസ്സിലാവും. സുബൈർ, എന്താ എണീക്കാത്തെ? നോക്ക്, സമയം ഒരുപാടായി. എണീക്ക്. സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങി ഈ മരുഭൂമി